ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചേച്ചീൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് വന്നതാണ്. മെയിനായിട്ട് എനിക്ക് സാരി എടുക്കാനും പിന്നെ ചേച്ചിക്ക് എന്തോ സെറ്റ് സാരി അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എനിക്ക് കിട്ടുമെന്നൊക്കെ അറിയില്ല. കുറേ നേരം നിൽക്കുമ്പോൾ നോക്കട്ടെ. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് നല്ല ഇഷ്ടമായി. മമ്മി എൻ്റെ ട്രൈസ് നോക്കി. ട്രൈസ് ശിഖ പോവോ? ബസ് കയറി പോവോ? ക്യാമറയിൽ വരുന്നില്ല. നാണമാണെന്ന് തോന്നുന്നു. നാണം. അതങ്ങനെ ഒരു ഞാനത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. നിനക്ക് വീണമായ കല്യാണത്തിന് ടെൻഷൻ, ബ്ലൗസ് കിട്ടാത്ത ടെൻഷൻ. അതിൽ 20% ബാക്കി കിട്ടി തീരുമാനമാക്കി. പിന്നോട് പറയും ഫോണിൽ കളിച്ചിരിക്കുകയാണല്ലോ. ഇതല്ലേ സാരി? ഇതിന് മറ്റേ ബ്രൗൺ ബ്ലൗസ്. ഇത് സാധാരണ അല്ലാത്തതുകൊണ്ട് ആ ഒരു ഫിറ്റ്നസ് കിട്ടും. അടുത്തൊന്ന് നോക്കിയിട്ട് എനിക്ക് സാരി നോക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചേച്ചീൻ്റെ സെറ്റ് സാരി. ചേച്ചി കല്യാണത്തിന് 3 സാരി ഉണ്ട്. ഗുരുവായൂരിനാണ്. അപ്പോൾ താലി കെട്ടുമ്പോൾ ഒരു സാരി, അത് കഴിഞ്ഞ് ഹോളിഡേ പോകുമ്പോൾ ഒരു സാരി, അത് കഴിഞ്ഞ് അവിടുന്ന് റിട്ടേൺ അടിക്കുമ്പോൾ ഒരു സാരി. അങ്ങനെ 3 എണ്ണം. അപ്പോൾ അതിൻ്റെ ഒരു സാരിയാണ് ഇപ്പോൾ ഇവിടെ വാങ്ങാൻ. ഇനി ഇപ്പോൾ ടൈമില്ലേ ചേച്ചിക്ക് ഇന്ന് തിരിച്ച് പോകും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെത് ഇനി പിന്നെ വാങ്ങേണ്ടി വരും. എനിക്ക് എപ്പോഴും തോന്നി എൻ്റെ നടക്കില്ല. ബ്ലൗസിലങ്ങനെ തീരുമാനമായി. ബ്ലൗസിൽ എനിക്കെടുക്കാം. എനിക്കെടുക്കുന്നുണ്ട്. ഞാൻ വെച്ചെടുക്കില്ലാന്ന്. സമയമുണ്ടോ? വേഗം സെലക്ട് ചെയ്യണമൊക്കെ പറയും. ഞാൻ ഇങ്ങനെ വേഗം സെലക്ട് ചെയ്യും. സാരി എടുക്കട്ടെ. ഞാൻ സാരി ഒന്നും എടുക്കണ്ട, വേറെ ഇടാൻ വിചാരിച്ചിട്ട് ചേച്ചി പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത്ര മെല്ലെ ഞാൻ പറയുന്നത്. കഴിച്ചപ്പോൾ ഇത്ര നേരം പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? സോറി. ഞാൻ അടുത്ത വീഡിയോ നമ്മൾ മൈക്ക് വാങ്ങി സെറ്റ് ചെയ്യാം. എനിക്ക് സാരി സ്പോൺസർ ചെയ്യുന്ന ഡോക്ടർ അനക അവിടെ പോയാ സാരി കൺഫേം ആയി. ലവറ്റസൊക്കെ വരുന്ന പോലെ കണ്ടതും ഇഷ്ടമായി, എടുത്തു. ഇനി വേറൊന്നും നോക്കുന്നില്ല. അങ്ങനത്തെ സാരിയൊക്കെ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഡ്രസ് എന്താണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ആയോ? നോക്കട്ടെ. കുറച്ച് സാരി കിട്ടി. ഇഷ്ടമായി. നല്ലുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്ന കിട്ടോ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയുന്നില്ല. ഞാൻ ഇത്ര എന്തായാലും മൈക്ക് വകന്തോട് ക്ഷമിക്കരുത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ലഞ്ച് ചേച്ചിൻ്റെ വക ബിരിയാണി. ഞാനൊന്ന് കൈ കഴുകണം. വഞ്ചും കഴുകണം. ബീഫ് ലീവിലാണ്.
ബീഫ് ബിരിയാണി മതി ഗൈസ്. ബീഫില്ല, ചിക്കനാണ്. ചിക്കൻ പറഞ്ഞു ബിരിയാണി പറഞ്ഞിട്ട് വെയിറ്റിംഗ് ഫോർ ബിരിയാണി. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കഴിക്കട്ടെ, എനിക്ക് കാത്തൊക്കെ പറ്റില്ല ഗൈസ്. അങ്ങനെ സാഗറിന് ഫുഡൊക്കെ കഴിച്ച് വേഗം വീട്ടിലേക്ക് എത്തി. ഇനി പരിപാടിയൊന്നുമില്ല, ഇനി ടൈമില്ല. ഇനി ചേച്ചിക്ക് ട്രെയിനാണ്, 7 o'clock എന്തോ ട്രെയിനാണ്. അപ്പം അതിനൊക്കെ പോകണം. ഇനിയിപ്പോൾ വേറെ ഷോപ്പിംഗ് പരിപാടിയൊന്നുമില്ല. സോ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ എടുക്കണ്ട, മതി. ഇനി എടുക്കാനും പറ്റില്ല, ഇനിയിപ്പോൾ എന്തായാലും തിരക്കാവും പോകാനൊക്കെ. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.